എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിരിയാണി റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. നമുക്ക് സൺഡേ ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്ലാസ് ബിരിയാണി അരി, ഞാൻ എടുക്കുന്നത് ചെറിയ ടൈപ്പ് അരിയാണ്. അത് ഒരു 15 മിനിറ്റ് നേരം കുതിർത്തിട്ട് ഒന്ന് വാർത്തെടുക്കുക. ഇനി നമുക്കിപ്പോൾ വേണ്ടത് 1/2 കിലോ ചിക്കനാണ്. ഞാൻ 1/2 കിലോ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടെയുള്ളൂ. ആ ഒരു 1/2 കിലോ ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1 ടീസ്പൂൺ, ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ചത് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കനിൽ കുത്തി കൊടുത്താൽ മതി. മീനൊക്കെ നമ്മൾ വരയില്ലേ, അതിന് പകരം ചിക്കനിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ആ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്താൽ ഉള്ളിലേക്ക് ഇങ്ങനെ മസാല പിടിക്കും. ആ ഒരു വീഡിയോ പീസ് ഇതിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറയണേ കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ആക്കണേ. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, പിന്നെ 2 ഗ്രാമ്പു, ഒരു ഏലക്കായ, 2-3 കുരുമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ചതിട്ടിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റാക്കിയാൽ കൂടുതൽ നല്ലത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 4 ഗ്ലാസ് അരിയില്ലേ, വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 7 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് അരിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അരി ഒന്ന് വിട്ട് നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ ആ ഒരു മോഡലിൽ. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരു അരിമണി എടുത്തൊന്ന് കടിച്ചു നോക്കിയാൽ കുറച്ചൊരു സോഫ്റ്റ് ആയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് ചെറിയ അരിയല്ലേ, ഇതിന് പകരം നീളത്തിലുള്ള അരിയൊക്കെ ആണെങ്കിൽ 1 ഗ്ലാസ്സിന് ഒരു 1.25 ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് ചേർക്കാം. ഇതുപോലത്തെ അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് മതിയാവും. അപ്പോൾ നിങ്ങളുടെ അരിയുടെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും എത്ര അളവാണ് വെള്ളം ചേർക്കേണ്ടതെന്ന്. അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം കേട്ടോ, അതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ കുറച്ചൊരു ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ആ ഒരു പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ എടുത്ത് കളയണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തിള വരുന്നതോട് കൂടിയിട്ട് അതും എടുത്ത് മാറ്റാം. ചിലർക്കത് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് എടുത്ത് കളയാം കേട്ടോ ഈ ഒരു നേരത്ത്. ഇപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് തീ സിമ്മിലേക്ക് ഇടാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ ഉള്ളത്. ഇനി അത് സിമ്മിൽ വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിത് മൂടി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ശരിയാക്കി എടുക്കാം. അപ്പോഴേക്കും ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി. എന്നിട്ട് ആ ഒരു ഓയിലിലേക്കാണ് ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത്ര ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ മാറ്റാം. എന്തായാലും ആ ഒരു ഓയിലിൽ തന്നെ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഫുള്ള് ഫ്ലേവറും നമുക്ക് ഈ ഒരു സവോളയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു മിക്സാണ് നമ്മൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നമ്മുടെ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മസാലകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും മാത്രമേ ചേർക്കണുള്ളൂ.
ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നു തുടങ്ങി. ഇനി നമുക്ക് ആ ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനും സവാളയും കൂടിയിട്ടുള്ള ആ ഒരു മസാല ഇതിൽ മിക്സാക്കി എടുത്തു. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വറുത്തിട്ട് ഇതിലിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സിമ്മിലൊന്ന് ഇട്ടിട്ട് പിന്നെ വീണ്ടും ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് തുറക്കുമ്പോൾ അത് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫുള്ള് ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ ബിരിയാണിക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, വളരെ ഈസിയാണ്. കൂടുതൽ അങ്ങനെ മസാലയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്, സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണെന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അധികം പണിയൊന്നുമില്ല. നമുക്ക് വേറെ സവോളയൊന്നും ഇതിൻ്റെ മുകളിൽ വറുത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നല്ല യെല്ലോ കളറിലാണ് ഇതിരിക്കുന്നത്, കണ്ടില്ലേ? നമ്മൾ ആ കിച്ചണിൽ വെച്ചിട്ട് ആ ഒരു കളറൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ക്യാമറയിൽ. ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ട് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമാവും, പിന്നെ എപ്പോഴും ഉണ്ടാക്കും ഇതുപോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനൊപ്പം വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി പിന്നീട് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.